നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുടുംബാംഗങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ കൂടെ താമസിക്കുമ്പോൾ, അതുമല്ല നമ്മുടെ വളർന്നു വന്ന മക്കളുടെ കൂടെ താമസിക്കുമ്പോൾ, ഈവൻ ചെറിയ കുട്ടികൾ, അതായത് സംസാരിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ വരുന്ന കുട്ടികളുടെ കൂടെ ജീവിക്കുമ്പോൾ, നമ്മുടെ ബന്ധുക്കളോ മൂന്നാമതൊരാളായിട്ട് ബന്ധു രീതിയിലാവാം, കുട്ടികളുടെ ഫ്രണ്ട്സ് രീതിയിലാവാം, അതുമല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സാവാം, അതുമല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ബന്ധുക്കളാവാം. ഇങ്ങനെ മൂന്നാമതൊരാൾ കടന്നു വരുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളുടെ ചിന്താഗതികൾ തന്നെ മാറ്റിയെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവും. ഇത്തരം വ്യക്തിപരമായ ചില ഇടപെടലുകൾ കാരണം ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ തന്നെ മുറിഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. എന്തുകൊണ്ട് എന്ന് പറയുന്നുവെങ്കിൽ അത് കാരണം നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒരു നല്ല ബോധവൽക്കരണം ഉണ്ടാകണം. അതല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങളെ കൂടുതലാക്കുകയും നമ്മളെക്കുറിച്ച് നമ്മൾ അറിയുന്ന കാര്യങ്ങളെ സംശയാസ്പദമാക്കി നമ്മളിൽ തന്നെ ഒരു സംശയം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് കാരണം മൂന്നാമതൊരു ആളിൻ്റെ ഇടപെടലിനെ നമ്മൾ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ആപത്തുകളിലോട്ട് കൊണ്ടുവരും. ആപത്തുകൾക്ക് കൊണ്ടുപോയി വിടും എന്നാണ് അർത്ഥം. പിന്നെ നമ്മളെക്കുറിച്ച് നമ്മൾ അറിയുക. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു വെച്ചു, നമ്മുടെ ശരി അയാൾക്ക് തെറ്റായി കാണും, അതുപോലെ അയാളുടെ തെറ്റ് നമുക്ക് ശരിയായി കാണും. അപ്പോൾ ഇതിൽ രണ്ട് വിധമായിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ ശരിയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക, നമ്മുടെ ഇൻറ്റൻഷൻ ക്ലിയർ ആണെങ്കിൽ, നമ്മുടെ ശരികൾ ശരിയാണെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോവുക. അതല്ല, അത് തെറ്റാണെന്ന് മറ്റുള്ള ആൾക്ക് തോന്നുകയാണെങ്കിൽ ആ ആൾ നമ്മളുമായിട്ട് എത്രത്തോളം ക്ലോസ് ആയിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും അയാൾ പറയുന്നത് നമ്മൾ കേൾക്കുക. ഒരു സമയം അയാൾ പറയുന്നതിൽ അർത്ഥമുണ്ടെങ്കിൽ, നമ്മളൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനും കഴിയണം. ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെയും നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മുടെ ചിന്തകളെയും ശരിയായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ എത്രയോ സംഘട്ടനങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. നമസ്കാരം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പുട്ട് യുവർ കമൻറ്റ്.